കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാന്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്ന് നമ്മെ വെറുക്കുന്നവരുടെ കൈകളിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുവാൻ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുവാനുമാണ് ഇത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അതിന് ഏറ്റവും അടുത്ത ദിവസത്തിലാണ് നമ്മളായിരിക്കുക. ഇന്ന് രണ്ട് വചനഭാഗങ്ങൾ നമുക്ക് തരുന്നത് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത മനുഷ്യവംശത്തിൻ്റെ രക്ഷയെക്കുറിച്ചും രക്ഷകനെക്കുറിച്ചുമാണ്. ഒന്നാമത്തെ വായനയിൽ ദാവീദ് രാജാവിനെ ദൈവം എപ്രകാരമാണ് തിരഞ്ഞെടുത്തതെന്നും എപ്രകാരമാണ് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദിനെ ഇസ്രായേൽ ജനതയുടെ മുഴുവൻ രാജാവായി ദൈവം എപ്രകാരമാണ് അവരോധിച്ചതെന്ന് കാണാൻ പറ്റും. അവിടെ ദൈവം പ്രവാചകനിലൂടെ ദാവീദ് രാജാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് നിങ്ങൾ ജനത്തിൻ്റെ കൂടെ വസിക്കുവാനായി ഒരു ആലയം പണിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിൻ്റെ ഒരുക്കത്തിനായി ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഒരു ദേവാലയമാക്കി മാറ്റണം. ദൈവം വസിക്കുന്ന ദേവാലയങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്നതിന് പകരമായിട്ട് മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ വീണ്ടും വചനത്തിലൂടെ നമ്മളെ ദൈവം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ, ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം വസിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ ദൈവം വസിക്കുന്ന ആലയങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. ഈശോ പറയുന്നുണ്ട്, ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ആലയം നശിപ്പിക്കുക 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കും. അവൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. ദൈവം വസിക്കുന്ന ആലയങ്ങളാണെങ്കിൽ, ദൈവിക സാന്നിധ്യം കുടികൊള്ളുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമൊരു മാനസാന്തരവും മാറ്റവും നമ്മളുണ്ടാകണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ മറ്റുള്ളവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, മറ്റുള്ളവരെയൊക്കെ നമ്മുടെ ദൈവിക ചൈതന്യം കൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളം എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹമാണ്. നമ്മൾ നല്ല പെരുമാറ്റത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം വസിക്കുന്ന കൂടാരങ്ങളായി, ദേവാലയങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സക്കറിയായുടെ സ്തോത്രഗീതമാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം എന്ന് പറഞ്ഞതുപോലെ തന്നെ സക്കറിയായും ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയും വിമോചനത്തെയും ഓർത്ത് നന്ദി പറയുന്നത് കാണാൻ പറ്റും. ലത്തീൻ ഭാഷയിൽ ബെനഡിക്തുസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. യാമപ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥനയുടെ സമയത്ത് സക്കറിയായുടെ കീർത്തനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം വാഴ്ത്തപ്പെട്ടവനാകാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ള വലിയൊരു ഉദ്ഘോഷത്തോടുകൂടെ പറയുന്ന കാര്യം ഇതാണ്: ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുവാനായി നമ്മുടെ കൂടെയായിരിക്കുന്നു. അതായത് ഇസ്രായേൽ ജനതയുടെ രക്ഷ മുഴുവനും
അത് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിമോചന കീർത്തനം സക്കറിയ ആലപിക്കുക. പ്രവാചകന്മാർ അരുളി ചെയ്തതും ഇസ്രായേൽ ജനത മുഴുവനും കാത്തിരുന്നത് ഈ ഒരു രക്ഷകന് വേണ്ടിയാണ്. രക്ഷകൻ്റെ വരവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുങ്ങി, കണ്ണുനീരോടെ വലിയ വിലാപത്തോടെ അവർ പ്രാർത്ഥിച്ചൊരുങ്ങി. പക്ഷേ രക്ഷകൻ പിറന്നു കഴിഞ്ഞപ്പോൾ രക്ഷകനെ തിരിച്ചറിയാൻ സാധിച്ചത് ചുരുക്കം ചിലർക്ക് മാത്രമായിരുന്നു. അതായിരുന്നു ഇസ്രായേൽ ജനതയുടെ ഒരു വലിയ പോരായ്മ. പലയിടത്തും പല പ്രാവശ്യവും നമുക്കറിയാൻ പറ്റും, ഒത്തിരിയേറെ ആളുകൾ നീ തന്നെയാണോ ക്രിസ്തു? സ്നാപക യോഹന്നാൻ വരെ ചോദിക്കുന്നുണ്ട്, നീ തന്നെയാണോ ക്രിസ്തു? ഞങ്ങൾ വീണ്ടും വേറെ ആളുകളെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടോ? ഇതൊക്കെ ചോദ്യം. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് സാധിക്കാതെ പോയ ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പം അതേ സമയത്ത് ഈശോയുടെ ജനനത്തെ മനസ്സിലാക്കി ക്രിസ്തുവിനെ ആരാധിക്കാനായി കടന്നു വരുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ഒരുക്കത്തോടെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്നവർ ആയി മാറാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ ദൈവം ഇതുപോലെ ഒരു വിമോചനം അരുളി ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. അതായത് നിർഭയം, പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമാണ്. അതായത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണീശോയെ ആരാധിക്കുന്നവരായി, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരായി മാറുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.